നാസിക്കിൽ നിന്നും മുംബൈയിലേക്ക് ഫാമിലി ടൂർ പുറപ്പെട്ടു. അവൻ കാർ ഡ്രൈവ് ചെയ്യുകയായിരുന്നു. അവന്റെ അനിയത്തി റിയ അവന്റെ അടുത്ത് ഇരിക്കുകയായിരുന്നു. അവരുടെ അച്ഛനും അമ്മയും ബാക്ക് സീറ്റിലിരുന്നു. രാജ്വീർ, നമ്മൾ മുംബൈയിലേക്ക് എപ്പോഴോ എത്തിക്കഴിഞ്ഞു. നമ്മൾ താമസിക്കാൻ പോകുന്നത് എവിടെയാണെന്ന് പറ മോനെ. അതെ ഏട്ടാ, എനിക്ക് നന്നായിട്ട് വിശക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഷെടാ, അത് പറഞ്ഞ സർപ്രൈസേ ഉണ്ടാവില്ല. കുറച്ചു നേരം ഡ്രൈവ് ചെയ്തതിനു ശേഷം അവരുടെ കാർ ഒരു ആഡംബരമായ ഹോട്ടലിന് മുൻപിൽ ചെന്ന് നിന്നു. ഓ മൈ ഗോഡ്, ഈ ഹോട്ടൽ എത്ര വലുതായിരിക്കുന്നു. ഹോട്ടൽ താജ് പാലസ്. ഇതാണ് എന്റെ സർപ്രൈസ്. ഏട്ടാ, യു ആർ ടു സ്വീറ്റ്. ഐ ലവ് യു. അവർ 4 പേരും ഹോട്ടലിനകത്ത് കയറി. റിസപ്ഷനിൽ ഒരു പെണ്ണിരിക്കുകയായിരുന്നു. പിന്നെ മാനേജറും അവിടെ ഉണ്ടായിരുന്നു. വെൽക്കം ടു ഹോട്ടൽ താജ് പാലസ്. ഹൗ മേ ഐ ഹെൽപ് യു? ഇന്ന് രാത്രി താമസിക്കാനായിട്ട് ഞങ്ങൾക്കൊരു നല്ല ഫാമിലി റൂം വേണം. തീർച്ചയായും സർ, കിട്ടും. റിസപ്ഷനിസ്റ്റ് രാജ്വീറിന്റെ കയ്യിൽ ഒരു താക്കോൽ നൽകി. അവർ 4 പേരും അവരുടെ ലഗേജോടൊപ്പം ഒരു അറയിലേക്ക് ചെന്നു. അവിടെ 4 ബെഡ് ഇട്ടിരുന്നു. വാവ് ഏട്ടാ, നീ യഥാർത്ഥത്തിൽ വളരെ നല്ലവനാണ്. എനിക്ക് ഈ ഹോട്ടൽ ചുറ്റി നോക്കാൻ തോന്നുന്നു. ഞാൻ ചെന്ന് ചുറ്റി നോക്കട്ടെ? വേണ്ട വേണ്ട, നീ ഒറ്റയ്ക്കൊന്നും പോവാൻ പാടില്ല. ഞാനും നിന്റെ കൂടെ വരാം. അവർ പേരൻസിനെ റൂമിലാക്കിയിട്ട് രാജ്വീറും റിയയും മുറിയിൽ നിന്നും പുറത്തേക്ക് വന്നു. ഈ ഹോട്ടൽ കാണാൻ ഒരു പാലസിനെ പോലെയുണ്ട്. അതാണ് ഞാൻ ആലോചിച്ചത്. മുംബൈനെ ചുറ്റിക്കറങ്ങണവരെ നമുക്ക് ഇവിടെ തന്നെ താമസിക്കാം. അപ്പോഴാണ് രാജ്വീർ അവിടെ കുറച്ചു ദൂരത്ത് ഒരു പെണ്ണ് നിൽക്കുന്നത് ശ്രദ്ധിച്ചത്. ആ പെണ്ണിന്റെ ഭംഗി കണ്ടിട്ട് രാജ്വീറിന് അല്പം വ്യത്യാസമായും തോന്നി, പിന്നെ അതിശയമായും തോന്നി. അതായത് അവൾ എന്തിനാണ് കല്യാണ ഡ്രസ്സിൽ ഇരിക്കുന്നതെന്ന്. റിയ, നീ ഒന്ന് അമ്മേന്റെ അച്ഛന്റെ അടുത്തേക്ക് പോയേ. ഇതാ ഞാൻ ഇപ്പൊ വരാം. ഒരു പെണ്ണിനെ കണ്ടത് എന്നെ വിരട്ടുന്നല്ലേ നീ? സ്റ്റുപ്പിഡ്, വായടച്ചോണ്ട് പോ. ഇതാ ഞാൻ ഇപ്പൊ വരാം. ശരി. ഇങ്ങനെ പറഞ്ഞിട്ട് റിയ അവിടെ നിന്നും പോയി. പിന്നെ ഇപ്പോൾ രാജ്വീർ ആ പെണ്ണിന്റെ അടുത്തേക്ക് പോയി. എക്സ്ക്യൂസ് മീ, എന്റെ പേരാണ് രാജ്വീർ. നിങ്ങളുടെ പേരെന്താ? എന്റെ പേര് സുമിത്ര. ഈ ഹോട്ടലിൽ നിങ്ങൾക്ക് കല്യാണം നടക്കാൻ പോകുന്നുണ്ടോ? ഇല്ല ഇല്ല, ഞാനും നിങ്ങളെ പോലെ ഈ ഹോട്ടലിൽ തങ്ങിയിരിക്കാണ്. എന്തുപറ്റി? എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നേ? ഐ എം സോറി, ബട്ട് നിങ്ങളിവിടെ കല്യാണ പെണ്ണിനെ പോലെ ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ. കുറച്ച് വ്യത്യസ്തമായിട്ടുണ്ട്. അതെയോ? എന്നാൽ ഞാൻ ഷോർട്ട് ഡ്രസ്സിലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് വ്യത്യാസമായി തോന്നില്ലായിരുന്നു അല്ലേ? തോന്നില്ല. അത് ശരി, നിങ്ങളിവിടെ ഒറ്റയ്ക്കാണോ താമസിക്കുന്നേ? അല്ലെ വേറെ ആരെങ്കിലും കൂടെ ഉണ്ടോ? അതെ, എന്റെ കൂടെ എന്റെ പേരൻസ് ഉണ്ട്. നിങ്ങൾക്ക് അവരെ കാണണമെന്നുണ്ടോ? ഇവള് വളരെ സ്പീഡാണല്ലോ. ശരി, കുഴപ്പമില്ല, നോക്കാം. തീർച്ചയായിട്ടും. നിങ്ങൾ എന്നെ പറയുന്നു, വന്ന് നോക്കാം. എന്റെ കൂടെ തന്നെ വരൂ. ആ പെണ്ണ് രാജ്വീറിനെ ഒരു റൂമിലേക്ക് കൊണ്ടുപോയി. എടാ, ഈ റൂം എന്റെ റൂമിനെക്കാട്ടും നല്ല വലിപ്പമുണ്ടല്ലോ. പക്ഷെ നിങ്ങളുടെ ഫാമിലി എവിടെയാ? ഒരു കല്യാണ പെണ്ണിന് ഫാമിലി വേണ്ട, അവൾക്കൊരു ഭർത്താവിനാണ് വേണ്ടത്. ഇങ്ങനെ പറഞ്ഞിട്ട് രാജ്വീറിന്റെ മേലിൽ കൈവച്ചു. എന്നിട്ട് അവനെ ബെഡിലേക്ക് തള്ളി. അവൾ പതുക്കെ പതുക്കെ അവന്റെ മുഖത്തിനടുത്ത് തന്റെ മുഖം അവൾ കൊണ്ടുപോയി. അവളുടെ ആ ചിരി കണ്ട് രാജ്വീറും അല്പം നിലകുലഞ്ഞു പോയി. അപ്പോഴാണ് രാജുവിന്റെ കണ്ണുകൾ സൈഡിലുണ്ടായിരുന്ന ഡ്രസ്സിംഗ് ടേബിളിന്റെ കണ്ണാടിയിൽ നോക്കിയത്. അവൻ നോക്കിയപ്പോൾ ആ കണ്ണാടിയിൽ ആ കല്യാണ പെണ്ണിനെ കാണാനില്ല. അപ്പോഴാണ് ആ കല്യാണ പെണ്ണിന്റെ മുഖം ഭയങ്കരമായി മാറിയത്. രാജ്വീർ അവളെ തള്ളിവിട്ടു. എന്നിട്ട് അവൻ അവിടെ നിന്നും ഓടി. അല്ല, എന്താ ഇത്? അവൻ ആ മുറിയിൽ നിന്നും പുറത്തേക്ക് വന്നതിന് ശേഷം പോലും അതേ റൂമിൽ തന്നെയാണ്. രാജ്വീർ, എന്നെ പോലെ സുന്ദരിയായ ഒരു പെൺകുട്ടിയെ ആരെങ്കിലും വേണ്ടെന്ന് വിട്ടിട്ട് പോകുമോ? വാ, എന്റെ അടുത്തേക്ക് വാ. രാജ്വീർ വീണ്ടും അവിടെ നിന്നും രക്ഷപ്പെട്ട് ഓടി. പിന്നെ 2-3 വട്ടം ഇതുപോലെ ആയതും അവൻ കോറിഡോറിനടുത്തെത്തി. അവൻ അവിടെ എത്തിയെന്ന് കണ്ടതും അവൻ അല്പം സമാധാനം തോന്നി. അപ്പോഴാണ് ഒരു റൂം സർവീസ് ബോയ് അതുവഴി വന്നത്. ഹലോ സർ, എന്താ നിങ്ങൾ ഒരുപാട് പേടിച്ചിട്ടുണ്ടല്ലോ? ഈ റൂമിൽ ഒരു പ്രേതമുണ്ട്. ആ പ്രേതം എന്നെ കൊല്ലാൻ നോക്കിയതാണ്. എന്ത്? കടന്ന 6 മാസമായിട്ടാണ് ഞാൻ ഇവിടെ ജോലി ചെയ്യുന്നത്. ഇവിടെ പ്രേതം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. അപ്പോഴാണ് അതേ പുതിയ പെണ്ണ് പെട്ടെന്ന് അവിടെ വന്ന് നിന്നത്. എന്നിട്ട് അവൾ ആ സർവീസ് ബോയിന്റെ കഴുത്തിനെ പിടിച്ച് ഞെരിച്ചു. എന്താ പറഞ്ഞേ? ഇവിടെ ആരും തന്നെ ഇല്ലേ?
ആ സർവീസ് ബോയിന്റെ കണ്ണുകളൊക്കെ മുകളിലേക്ക് പോകാൻ തുടങ്ങി. രാജ്വീർ അവിടെ നിന്ന് വേഗത്തിൽ ഓടി. അവന് പുറകിലോട്ട് തിരിഞ്ഞു നോക്കാൻ പോലും തോന്നിയില്ല. അപ്പോഴാണ് പുറകിൽ നിന്ന് ഒരു ശബ്ദം ഭയങ്കരമായി കേട്ടത്. അവന്റെ കാൽക്കൽ വീണത്. രാജ്വീർ താഴേക്ക് നോക്കിയതും തന്നെ ആകെ ഞെട്ടിപ്പോയി. അത് അവൻ കണ്ട ആ സർവീസ് ബോയിന്റെ വെട്ടപ്പെട്ട തലയാണ്. ഇപ്പോൾ രാജ്വീർ തന്റെ മുറിയിലേക്ക് ഓടി വന്നു. അവൻ അകത്തേക്ക് വന്ന് കതകിനെ മൂടി. അവൻ നന്നായിട്ട് ശ്വാസം വലിക്കാൻ തുടങ്ങി. മോനെ രാജ്വീർ, എന്തു പറ്റി മോനെ? അമ്മേ, അച്ഛൻ, വേഗം എത്ര പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങണം. ഈ ഹോട്ടൽ ഒരു 100 പ്ലേസ് ആണ്. ഞാൻ ഇപ്പോഴാണ് ഒരു പ്രേതത്തിനെ ഇവിടെ കണ്ടത്. അവൾ ഇവിടെ ഇരിക്കുന്ന ഒരു സർവീസ് ബോയിനെ കൊന്നു കളഞ്ഞു. രാമ 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 രാമ, ശരി ശരി, വേഗം വരും, പോകാം. അവർ 4 പേരും ആ ലഗേജ് ഒക്കെ അവിടെ വിട്ടിട്ട് എങ്ങനെയോ ഒരു വിധത്തിൽ പുറത്തേക്ക് വന്നു. അവർക്ക് റിസപ്ഷനിൽ നിൽക്കുന്നത് പോലും ശരിയാണെന്ന് തോന്നിയില്ല. അവർ മെയിൻ ഡോറിലേക്ക് ചെന്നു. ആ ഡോർ മൂടപ്പെട്ടിരുന്നു. ഈ വാതിൽ എന്തിനാ പൂട്ടിയിരിക്കുന്നത്? സാറേ, നിങ്ങൾ ഇപ്പോഴാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഇനി ചെക്കൗട്ട് പോലും ചെയ്തിട്ടില്ലല്ലോ സാർ. പിന്നെ നിങ്ങൾ ഇവിടെ എന്തിനെങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്? ഈ ഹോട്ടലില് ഒരു പ്രേതമുണ്ട്. ഇവിടെ സ്റ്റേ ചെയ്ത് ഞങ്ങളുടെ മരണത്തെ നിങ്ങളെ വിളിക്കാൻ പറ്റില്ല. സാർ, നിങ്ങൾ എന്താ സംസാരിക്കുന്നത്? അപ്പോഴാണ് ആ ഹോട്ടലിലെ ലൈറ്റ് മൊത്തമും പെട്ടെന്ന് ബ്ലിങ്ക് ആകാൻ തുടങ്ങിയത്. അതേ പുതുപ്പെണ്ണ് പ്രേതം അവരുടെ കണ്ണിൽ കാണാൻ തുടങ്ങി. അവളെ കണ്ടതും മാനേജർ പിന്നെ റിസപ്ഷനിസ്റ്റ് 2 പേരും ഞെട്ടിപ്പോയി നിന്നു. എന്താ മാനേജർ, കൺമുന്നിൽ എന്നെ കണ്ടതും എന്ത് തോന്നുന്നു? ഇപ്പോൾ ഇവർ 2 പേരും നിലവിളിച്ചുകൊണ്ട് കതകിനെ നോക്കി ഓടി. ഇത്തവണ താക്കോലിട്ടിട്ടും ആ കതക് തുറന്നില്ല. അവർ കതക് തുറക്കാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് ഈ കതക് നിങ്ങൾ 2 പേരും മരിച്ചതിന് ശേഷമേ തുറക്കുകയുള്ളൂ. അവർ 2 പേരും കോറിഡോറിനെ നോക്കി ഓടി. ആ പുതിയ പെണ്ണിന്റെ പ്രേതമും അവരുടെ പുറകെ ഓടി. അവൾ അവരെ പിടിക്കാനായി പോയി. അതിനകത്ത് അവർ 2 പേരും റൂമിൽ കയറി ഒളിച്ചു. അവിടെ ഒരു പൂജാമുറി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ പ്രേതത്തിനകത്തേക്ക് പോകാനായില്ല. 2 പേരും പുറത്തേക്ക് വരൂ. എത്ര സമയം അകത്തിരിക്കും? ഞാൻ നിങ്ങളെ വെറുതെ വിടില്ല. രാജ്വീറും അവന്റെ കുടുംബത്തിലുള്ളവരും ആകെ പേടിച്ചു പോയി. ആ പ്രേതം വീണ്ടും അവരുടെ അടുത്തേക്ക് വന്നു. നിങ്ങൾ അവർ 2 പേരെയും പുറത്തേക്ക് കൊണ്ടുവരൂ, ഇല്ലെങ്കിൽ നിങ്ങളെ ആരെയും ഞാൻ വെറുതെ വിടില്ല. സുമിത്ര, ഞങ്ങൾ നിങ്ങൾക്ക് എന്ത് പാവമാണ് ചെയ്തത്? നീ എന്തിനാ ഇവിടെയുള്ളത്? നീ എത്ര ദിവസമായിട്ട് ഇവിടെ ഉള്ളത്? ഇതൊന്നും ഞങ്ങൾക്കറിയില്ല. നീ ഞങ്ങളെ പോകാൻ വിട് പ്ലീസ്. ഞാൻ നിങ്ങളെ ഇവിടെ നിന്നും പോകാൻ അനുവദിക്കും. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാനാവില്ല. എനിക്കിന്ന് രാത്രി മാത്രമേ സമയമുള്ളൂ. അവർ 2 പേരും പുറത്തേക്ക് വന്നില്ലെങ്കിൽ നേരം വെളുത്തതിന് ശേഷം എനിക്ക് അവരെ കൊല്ലാനാവില്ല. പക്ഷെ നീ എന്തിനു വേണ്ടിയാ അവനെ കൊല്ലാനായിട്ട് ഇത്ര ആകാംക്ഷയോടെ ഇരിക്കുന്നത്? ഇപ്പോൾ ആ പുതിയ പെണ്ണ് പ്രേതം തന്റെ കഥ അവൾ പറയാൻ തുടങ്ങി. കഴിഞ്ഞ മാസം അവൾ തന്റെ ഭർത്താവിനോടൊപ്പം ആ ഹോട്ടലിലേക്ക് വന്നതാണ്. നരേഷ്, നമ്മൾ വീട്ടിൽ നിന്നും ഓടി വന്ന് കല്യാണം കഴിച്ചു. ഇപ്പോൾ ഇവിടെ താമസിക്കുന്നു. പക്ഷെ നേരം വെളുത്തതും നിങ്ങൾ എന്നെ എവിടേക്ക് കൊണ്ടുപോകും? നമ്മൾ ഇന്ന് രാത്രി മാത്രമേ താമസിക്കാൻ പോകുന്നത്. അതിനുശേഷം നമ്മൾ ഡൽഹി പോവും. പിന്നെ നമ്മൾ അവിടെ ഒരു നല്ല ഫ്ലാറ്റ് എടുത്തുകൊണ്ട് സമാധാനത്തിൽ ജീവിക്കും. അവൾ തന്റെ സ്വർണങ്ങൾ പിന്നെ വീട്ടിലുണ്ടായിരുന്ന സ്വർണങ്ങളെല്ലാം പിന്നെ പണവും എടുത്തുകൊണ്ട് അവന്റെ കൂടെ ഓടി വന്നിരിക്കുന്നു. അവർ 2 പേരും ചേർന്ന് നല്ലൊരു ജീവിതം ആരംഭിക്കാൻ ഇരിക്കുകയായിരുന്നു. പക്ഷെ നടുരാത്രിയിൽ എന്തുണ്ടായെന്നാൽ അതിനെക്കുറിച്ച് അവൾക്ക് ഒന്നും തന്നെ അറിയില്ല. ഭാര്യ, നീ എനിക്ക് എത്രയാ പൈസ ഉണ്ടാക്കി തന്നിരിക്കണെന്നറിയോ? ഞാൻ ജീവിതം മൊത്തം സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കും. നിങ്ങൾ എന്താണ് പറയുന്നത് നരേഷ്? ഇനി നീ എനിക്ക് ആവശ്യമില്ല എന്ന്. അവൻ എന്നെ കത്തി കൊണ്ട് കുത്തി എന്നെ കൊന്നുകളഞ്ഞു. ഈ റിസപ്ഷനിസ്റ്റിനും ഈ മാനേജറിനും ഇക്കാര്യം അറിഞ്ഞതും അവർ ഇക്കാര്യം മറയ്ക്കാനായി നരേഷിൽ നിന്നും പണം വാങ്ങി. എന്നിട്ട് എന്റെ പ്രേതം ആരും അറിയാതെ മറച്ചു. അന്നു മുതൽ എന്റെ ആത്മാവ് ഇവിടെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എനിക്ക് യാതൊരു ശക്തിയുമില്ല. ഇന്ന് അമാവാസ രാത്രിയാണ്. എന്റെ ശരീരത്തിൽ അമാനുഷിക ശക്തികൾ വന്നു കഴിഞ്ഞു. നിനക്ക് സംഭവിച്ചത് വലിയ കൊടുമയാണ്. പക്ഷെ ദൈവം ഞങ്ങളെ പോകാൻ അനുവദിക്ക്. നിനക്ക് ഞങ്ങൾ ഏത് വകയിലും സഹായിക്കാൻ പറ്റില്ല. നിന്നെ കൊണ്ട് എന്നെ സഹായിക്കാനാവില്ല അല്ലേ? എന്നാൽ നിൽക്ക്. അവൾ റിയയെ പിടിച്ചു. അയ്യോ മോളെ റിയേ, അവർ 2 പേരെയും പുറത്തേക്ക് കൊണ്ടുവാ, ഇല്ലെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ അവളെ കൊന്നുകളയും. വേണ്ട, ഞങ്ങൾ ഇപ്പൊ തന്നെ വിളിച്ചുകൊണ്ട് വരാം.
ദയവേത് നിങ്ങൾ രണ്ടുപേരും ഇവിടുന്ന് പോകൂ. ഇപ്പൊ അവൾ അവിടെ ഇല്ല. നിങ്ങൾ എന്താ പറയുന്നത്? അവൾ എവിടെയും പോവില്ല. അങ്ങനെ അവള് പോവാതിരുന്നിരുന്നാൽ അവൾ എന്നെ ജീവനോടെ വിട്ടിരിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇത് കേട്ടിട്ട് മാനേജർ പിന്നെ റിസപ്ഷനിസ്റ്റ് രണ്ടുപേരും മുറിയിൽ നിന്നും പുറത്തേക്ക് വന്നു. അവരെല്ലാരും ഹാളിനടുത്തേക്ക് ചെന്നപ്പോൾ ആ പ്രേതം അവരുടെ മുൻപിൽ വന്നു നിന്നു. എന്താ അത്? നിങ്ങൾ എല്ലാവരും ചേർന്ന് എന്നെ പറ്റിച്ചിരിക്കുകയാണ്. ഞങ്ങളെ പോകാൻ അനുവദിക്ക്. നീ പറഞ്ഞത് ഞങ്ങൾ ചെയ്തല്ലോ. ആ കല്യാണ പെണ്ണിന്റെ പ്രേതം അവരെ നോക്കി. മുൻപിലുണ്ടായിരുന്ന കതക് താനെ തുറന്നു. അപ്പോഴാണ് അവരുടെ കാറിന്റെ മുന്നിൽ മാനേജറിന്റെ തലയില്ലാത്ത ശരീരം വന്ന് വീണത്. ആ പ്രേതത്തിനെ അത്ര അടുത്ത് കണ്ടിട്ട് റിയ ആകെ ഞെട്ടിപ്പോയി. അവരെല്ലാരും വളരെ ഭയങ്കരമായി മനസ്സുകൊണ്ട് ഒരുപാട് പേടിച്ചു. പോകുന്ന വഴിയിൽ എത്രയോ ഹോട്ടൽസ് വന്നു. എവിടെയും താമസിക്കാൻ അവർക്ക് ധൈര്യം വന്നില്ല. അവർ വീട്ടിലേക്ക് വന്നെത്തിയതും 4 പേർക്കും ശ്വാസം വന്നു. എല്ലാരും നല്ല രീതിയിൽ വീട്ടിൽ വന്നതിനെ കുറിച്ച് ആലോചിച്ച് എല്ലാവർക്കും ആശ്വാസം തോന്നി. പക്ഷെ ഈ രാത്രിയെ അവർക്കൊരിക്കലും മറക്കാനാവില്ല.